BGDG 172 Gender Sensitization, Society and Culture. ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു എഗ്രി ദാറ്റ് മൈഗ്രേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആർ അഫക്റ്റിംഗ് വുമൻ എംപ്ലോയ്മെൻറ്റ്? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. മൈഗ്രേഷൻ ചെയ്യുന്നത് വഴി, അതായത് ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നത് വഴി വിമൻ്റെ ജോലികൾക്ക്, സ്ത്രീകളുടെ ജോലികൾക്ക് എന്തൊക്കെ ഇഷ്യൂസാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്, അത് എക്സാമ്പിളോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ മൈഗ്രേഷൻ മീൻസ് ദ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ഫോർ വർക്ക്, എഡ്യൂക്കേഷൻ, മാരേജ് ഓർ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്. മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുക എന്നർത്ഥം. അത് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറി താമസിക്കും. വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി, കല്യാണം കഴിഞ്ഞ് മാറി താമസിക്കുന്നവരുണ്ട്, അതുപോലെ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് തേടി മാറി താമസിക്കുന്നവരുമുണ്ട്. മൈഗ്രേഷൻ ക്യാൻ ബി ഇൻറ്റേർണൽ വിത്തിൻ ദ കൺട്രി ഓർ ഇൻ്റർനാഷണൽ. നമുക്ക് മൈഗ്രേഷൻ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ രാജ്യത്തിനകത്ത് തന്നെ മാറി താമസിക്കാം, അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് മാറി താമസിക്കാം. ഇൻ്റർനാഷണലി മൈഗ്രേറ്റ് ചെയ്യുന്നവരും ഉണ്ട്. ഇനി നമുക്കിവിടെ ആവശ്യം സ്ത്രീകളുടെ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വിമൻ മൈഗ്രേറ്റ് മോസ്റ്റ്ലി ഫോർ മാരേജ്, ഫാമിലി റീസൺസ് ഓർ low paid jobs, unlike men who migrate mainly for employment. സാധാരണ ആണുങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് എംപ്ലോയ്മെൻറ്റ്, ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ സ്ത്രീകൾക്ക് കുറച്ചുകൂടി റീസൺസ് ഉണ്ട് മാറി താമസിക്കുന്നതിനായിട്ട്, മൈഗ്രേറ്റ് ചെയ്യുന്നതിനായിട്ട്. അതൊന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ് മൈഗ്രേറ്റ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി റീസൺസും ഉണ്ട്, കുടുംബത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളെ കൊണ്ട് മാറി താമസിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ജോബ്സ്, അത് കൂടുതലും ലോ പെയ്ഡ് ജോബ്സ് ആയിരിക്കും അവർക്കുണ്ടായിരിക്കുക. എന്നാലും ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരെ മൈഗ്രേറ്റ് ചെയ്ത് താമസിക്കുന്നവർ സ്ത്രീകൾ അധികമായിട്ടുണ്ട്. മൈഗ്രേഷൻ അഫക്റ്റ് വിമൻസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വേസ്. ഈ മൈഗ്രേഷൻ ചെയ്യുന്നത് വഴി സ്ത്രീകളുടെ ജോലികളെ, എംപ്ലോയ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് പോസിറ്റീവുമായിട്ടും ചില സമയങ്ങളിൽ വരാം, ചില സമയങ്ങളിൽ അത് നെഗറ്റീവായിട്ടും മാറിപ്പോകും. അക്കോർഡിംഗ് ടു സെൻസസ് ഡേറ്റ, മെജോറിറ്റി ഓഫ് വിമൻ മൈഗ്രേറ്റ് ആഫ്റ്റർ മാരേജ്, നോട്ട് ഫോർ വർക്ക്. സോ സെൻസസ് ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ കൂടുതലും ജോലിയുടെ ആവശ്യത്തിനേക്കാളും മാരേജ് ഒക്കെ കഴിഞ്ഞ് മൈഗ്രേറ്റ് ചെയ്യുന്നവരാണ് കൂടുതൽ. Only a small percentage of women migrate for jobs, and they often work in informal, low paid or insecure sectors. വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമാണ് ജോലിയുടെ ആവശ്യത്തിനായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്താലും തന്നെ അത് മിക്കവാറും ലോ പെയ്ഡ് ജോബ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസെക്യൂർ സെക്ടേഴ്സിലുള്ള ജോബ്സ് ആയിരിക്കും. അവർക്കൊരു സേഫ്റ്റിയും ആ ജോബ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. ഇനി ക്വസ്റ്റ്യൻ്റെ ആ ഒരു ആൻസറിലേക്ക് വരികയാണ്. ദർ ആർ മെനി മൈഗ്രേഷൻ റിലേറ്റഡ് ഇഷ്യൂസ്. അതാണല്ലോ ചോദിച്ചത്, സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന മൈഗ്രേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആണ് ചോദിച്ചിരുന്നത് ക്വസ്റ്റ്യൻസിൽ. ദർ ആർ മെനി മൈഗ്രേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് അഫക്റ്റിംഗ് വിമൻ എംപ്ലോയ്മെൻറ്റ്. സ്ത്രീകളുടെ ജോലിയെ അഫക്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള മൈഗ്രേറ്റഡ് റിലേഷൻ ഇഷ്യൂസുകൾ ഉണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്, എന്നാലും അവർക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സെക്യൂരിറ്റിയും ഇല്ല. അതായത് ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവർക്ക് ലഭിക്കുന്നത്. പിന്നെ വേജ് ഡിസ്ക്രിമിനേഷൻ കാണിക്കാറുണ്ട്. ഇങ്ങനെയുള്ള മൈഗ്രേറ്റഡ് ജോബ്സ് തേടി പോകുന്ന സ്ത്രീകൾക്ക് വേജ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാറുണ്ട്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെയുള്ള ശമ്പളമല്ല കൊടുക്കുന്നത്. ലാക്ക് ഓഫ് സ്കിൽസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇത് മാത്രമല്ല, സ്ത്രീകൾക്ക് പൊതുവെ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസും എഡ്യൂക്കേഷൻ കിട്ടാനുള്ള ചാൻസസും ഒക്കെ വളരെ കുറവാണ്. പിന്നെ ജോബ് ഇൻസെക്യൂരിറ്റിയും എക്സ്പ്ലോയിറ്റേഷനും നടക്കാറുണ്ട്. ഈ മൈഗ്രേറ്റഡ് ജോബ്സിൽ ജോബ് ഇൻസെക്യൂരിറ്റി നന്നായിട്ടുണ്ടാവും, അതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ, അവരെ ഒരുപാട് ജോലി ചെയ്യിക്കുന്നത്, ചൂഷണത്തിനിരയാവുന്നതെല്ലാം ഉണ്ടാവാറുണ്ട്. പിന്നെ ഫാമിലി ആൻഡ് സോഷ്യൽ റെസ്ട്രിക്ഷൻസ്. അതുപോലെ മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ദൂര ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിനോട് ചിലപ്പം ഫാമിലിക്ക് എതിർപ്പുണ്ടാവും. അതുപോലെ സോഷ്യൽ റെസ്ട്രിക്ട്നെസ്സും അവർക്ക് ഉണ്ട്. പിന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ്, അത് നിറയെ ഉണ്ട്. സ്ത്രീകൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും പിന്നെ സേഫ്റ്റി ഇഷ്യൂസ് എല്ലാം നിറയെ ഉണ്ടാവാറുണ്ട്.
ഇൻറ്ററപ്റ്റഡ് വർക്ക് ഡ്യൂ ടു സീസണൽ മൈഗ്രേഷൻ. അതുപോലെ സീസണൽ മൈഗ്രേഷന് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഇൻറ്ററപ്റ്റഡ് വർക്ക് ഉണ്ടാവും. സീസണൽ മൈഗ്രേഷൻ ചില സ്ഥലങ്ങളിൽ ചില സീസണിൽ മാത്രമേ ജോലികൾ ഉണ്ടാവാറുള്ളൂ. മൈഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലും ആ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ലീഗൽ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ പ്രോബ്ലംസ്. അതുപോലെ ചില മൈഗ്രേറ്റഡ് വർക്ക്സിലെല്ലാം ലീഗൽ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്, ഡോക്യുമെൻറ്റേഷൻ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനെ ഓരോന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പോവാം എക്സാമ്പിളോട് കൂടി ചേർത്തിയിട്ട്. അപ്പോൾ ആദ്യത്തത് ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. വിമൻ മൈഗ്രൻസ് ആർ ഓഫൺ റെസ്ട്രിക്റ്റഡ് ടു ഡൊമസ്റ്റിക് വർക്ക്, കൺസ്ട്രക്ഷൻ, ഗാർമെൻറ്റ്സ്, ഫാക്ടറീസ് ഓർ അഗ്രികൾച്ചറൽ ലേബർ. അപ്പോൾ ഈ കൂടുതലും മൈഗ്രൻ്റായിട്ട് പോകുന്ന വിമന് കിട്ടുന്ന ജോലികൾ എന്ന് പറയുന്നത് വളരെയധികം താഴ്ന്ന ജോലികളായിരിക്കും കൂടുതലും. ആർ ഓഫൺ റെസ്ട്രിക്റ്റഡ് ടു ഡൊമസ്റ്റിക് വർക്ക്, അല്ലെങ്കിൽ വീട്ടുജോലിക്കായിട്ട് കൊണ്ടുപോകുന്നവർ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ജോബ്സിനായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് സ്ത്രീകളെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതുപോലെ ഗാർമെൻറ്റ്സ്, ഫാക്ടറീസ്, ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ, അതുപോലെ അഗ്രികൾച്ചർ ലേബറായിട്ടൊക്കെയാണ് ഈ സ്ത്രീകളെ മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ സിറ്റീസ് ലൈക്ക് ഡൽഹി ആൻഡ് മുംബൈ പോലെയുള്ള സിറ്റികളിൽ മോസ്റ്റ് മൈഗ്രൻ്റ് വുമൻ വർക്ക് ആസ് മെയ്ഡ്, കുക്സ് ഓർ നാനീസ് വിത്ത് നോ ജോബ് സെക്യൂരിറ്റി. മിക്ക മൈഗ്രൻ്റ് വുമനും വർക്ക് ചെയ്യുന്നത് സെർവൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, കുക്കുകളായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ജോബ് സെക്യൂരിറ്റി ഒന്നും തന്നെ ഇല്ലാത്ത ജോബ്സുകളാണ് അവർക്കവിടെ മൈഗ്രൻ്റ് വിമന് കിട്ടുന്നത്. ഇതാണ് ഈ ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വർക്കുകൾ, അതായത് തീരെ താഴ്ന്ന ജോലികൾ, കൺസ്ട്രക്ഷൻ ജോലികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീകളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് വൺ, വേജ് ഡിസ്ക്രിമിനേഷൻ ആണ് പറഞ്ഞിരുന്നത്. അതായത് മൈഗ്രൻ്റ് വുമൻ ആർ പെയ്ഡ് ലെസ് ദാൻ മെൻ ഫോർ ദ സെയിം വർക്ക്. ഒരേ വർക്കിന് തന്നെ മൈഗ്രൻ്റ് വുമന് വളരെ കുറച്ച് സാലറിയാണ് കൊടുക്കുന്നത്. അതായത് ബ്രിക്ക് കിൽൻസിലും കൺസ്ട്രക്ഷൻ സൈറ്റ്സിലുമൊക്കെ മെൻ ആർ ഹയർഡ് ആസ് സ്കിൽഡ് വർക്കേഴ്സ്. മെന്നിനെയാണ്, ആണുങ്ങളെയാണ് കൂടുതൽ സ്കിൽഡ് വർക്കേഴ്സായിട്ട് അവിടെ ജോലിക്ക് എടുക്കുന്നത്. പെണ്ണുങ്ങളെല്ലാം ഹെൽപ്പേഴ്സായിട്ടാണ് വർക്ക് എടുക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് സാലറിയും അതുകൊണ്ട് കുറവായിരിക്കും. ഇനി അടുത്ത ലാക്ക് ഓഫ് സ്കിൽസ് ആൻഡ് എഡ്യൂക്കേഷൻ. മെനി മൈഗ്രൻ്റ് വുമൻ ഹാവ് ലോ ലിറ്ററസി ആൻഡ് നോ ഫോമൽ ട്രെയിനിങ്, ലിമിറ്റിംഗ് ദം ടു അൺസ്കിൽഡ് ജോബ്സ്. പല മൈഗ്രൻ്റ് വുമനും അങ്ങനെ മൈഗ്രൻ്റായി ചെല്ലുന്ന സ്ത്രീകൾക്ക് ലോ ലിറ്ററസി റേറ്റാണ്. അധികം വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഫോമൽ ട്രെയിനിങ് ഒന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ എന്ത് ചെയ്യും, അൺസ്കിൽഡ് ജോബ്സിലേക്ക് അവർ തള്ളപ്പെടുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രൈബൽ വുമൻ മൈഗ്രേറ്റിംഗ് ടു അർബൻ ഏരിയാസ്. ഇപ്പം ആദിവാസി യുവതികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് അർബൻ ഏരിയസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ ഓഫൺ വർക്കേഴ്സ് ഡെയിലി വേജ് ലേബറേഴ്സ്. അവരെ ദിവസക്കൂലിക്കാരായിട്ടാണ് കൊണ്ടുപോകുന്നത്. ആൻഡ് നോട്ട് ഇൻ പെർമനൻറ്റ് ജോബ്സ്. അതുപോലെ അവർക്ക് പെർമനൻറ്റ് ജോബ്സ്, സ്ഥിരമായ ജോബുകൾ അവർക്ക് കിട്ടാറില്ല. ഇതാണ് ലാക്ക് ഓഫ് സ്കിൽസ് ആൻഡ് എഡ്യൂക്കേഷൻ. കൂടുതലും അത് ട്രൈബൽ ഏരിയാസിലുള്ള സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉണ്ടാകുന്നത് ജോബ് ഇൻസെക്യൂരിറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. മോസ്റ്റ് വിമൻ മൈഗ്രൻസ് വർക്ക് ഇൻ ഇൻഫോർമൽ സെക്ടർ വിത്തൗട്ട് കോൺട്രാക്ട്സ്, ബെനിഫിറ്റ്സ് ഓർ ലീഗൽ പ്രൊട്ടക്ഷൻ. ഇപ്പം ഇനി അടുത്ത് വന്ന ജോബിന് ഇൻസെക്യൂരിറ്റിയാണ്. അതായത് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവില്ല ആ ജോബിന്. അതുപോലെ ലോപരമായിട്ട് ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ലീഗൽ പ്രൊട്ടക്ഷനും ഒന്നും ഉണ്ടാവില്ല. അതുപോലെ അവർക്ക് ഒരു തരത്തിലുള്ള ബെനിഫിറ്റ്സും ആ ജോലിയിൽ നിന്ന് കിട്ടത്തില്ല. അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ഈ മൈഗ്രൻസ് ആയിട്ടൊക്കെ ഇൻഫോർമൽ ജോബ് സെക്ടറിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. അതിൽ ജോബ് ഇൻസെക്യൂരിറ്റിയും ഉണ്ട്. അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അവരുടെ ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ദി ഫേസ് സെക്ഷൽ ഹറാസ്മെൻറ്റ്, ലോങ് വർക്കിംഗ് അവേഴ്സ് ആൻഡ് അൺസേഫ് വർക്കിംഗ് കണ്ടീഷൻസ്. അതുപോലെ തന്നെ അവർ ചില സമയങ്ങളിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് നേരിടേണ്ടി വരുന്നു. അതുപോലെ ലോങ് വർക്കിംഗ് അവേഴ്സ് അവർക്ക് ഉണ്ടാകുന്നു. അൺസേഫ് വർക്കിംഗ് കണ്ടീഷൻസും അവർക്കുണ്ടാകുന്നു. ഇനി ഫാമിലി ആൻഡ് സോഷ്യൽ റെസ്ട്രിക്ഷൻസ്. മാരീഡ് വുമൻ മൈഗ്രൻസ് ഓഫൻ ഫേസ് പ്രഷർ ടു സ്റ്റേ അറ്റ് ഹോം ഓർ ടേക്ക് കെയർ ഓഫ് ചിൽഡ്രൻ. അതുപോലെ കല്യാണം കഴിഞ്ഞ് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സ്ത്രീകൾ, അവരെയാണ് ഈ മാരീഡ് വുമൻ മൈഗ്രൻസ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യും, അവർ പുതിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ ജോലിക്ക് വിടത്തില്ല. അവരെ വീട്ടിൽ തന്നെ ഇരുത്തി കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ ആയിട്ട് അവരെ പ്രഷർ ചെയ്യും. അപ്പോൾ അവർക്ക് ജോലി, സ്വന്തം വരുമാനം ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. അങ്ങനെ അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത, അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കുറവാണ് ജോലി കിട്ടാനുള്ള സാധ്യത. ഇനി അടുത്ത കൾച്ചറൽ നോംസ് ഡിസ്കറേജ് വിമൻ ഫ്രം
വർക്കിംഗ് ഇൻ അൺഫെമിലിയർ സിറ്റീസ്. അതുപോലെ അൺഫെമിലിയർ ആയിട്ടുള്ള സിറ്റീസിലേക്കാണല്ലോ അവരെ കൊണ്ടുപോകുന്നത്, മൈഗ്രൻ്റ് ചെയ്ത് കല്യാണം കഴിച്ചൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ കൾച്ചറൽ നോംസ് ഒന്നും, അവരുടെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യും, പുതിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതായിട്ട് ഡിസ്കറേജ് ചെയ്യും. പിന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ് ആണുള്ളത്. അൺസേഫ് ലിവിങ് കണ്ടീഷൻസ് ആൻഡ് ലാക്ക് ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ് മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ വുമൻ ടു കണ്ടിന്യൂ വർക്കിംഗ്. അപ്പം പുതിയ സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ഹെൽത്ത് നന്നായിട്ട് സൂക്ഷിക്കാനും, അതുപോലെ അൺസേഫ് ആയിട്ടുള്ള ലിവിങ് കണ്ടീഷൻസൊക്കെ ആയിരിക്കും ചിലപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അവരെ വർക്ക് ചെയ്യുന്നതിൽ നിന്നും അത് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ അവർ വർക്ക് ചെയ്യത്തില്ല. അവർ വർക്കിന് പോകാൻ പറ്റാത്ത കണ്ടീഷൻ വരുമ്പോൾ അവർ പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇഷ്യൂസിൽ പെടുന്നതാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഫീമെയിൽ ഗാർമെൻറ്റ് വർക്കേഴ്സ് ഇൻ ബംഗളൂരു ഫേസ് ഹെൽത്ത് ഇഷ്യൂസ് ഡ്യൂ ടു ലോങ് അവേഴ്സ് ആൻഡ് പുവർ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. അവിടെയൊക്കെ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഫീമെയിൽ ഗാർമെൻറ്റ് ജോലിക്കാരെല്ലാം വന്നിട്ട് പുവറായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസിലും ലോങ് അവേഴ്സൊക്കെ വർക്ക് ചെയ്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ വളരെയധികം മോശമായി കാണാറുണ്ട്. ഇനി ഇൻറ്ററപ്റ്റഡ് വർക്ക് ഡ്യൂ ടു സീസണൽ മൈഗ്രേഷൻ. ഇനി അതാണ് പറയാൻ പോകുന്നത്. Many women migrate with their families for seasonal agricultural work and have to return to village after harvest, losing their steady and employment. അപ്പം മിക്കവരും സീസണൽ അഗ്രികൾച്ചർ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി, അതായത് ഓരോരോ സീസണുകളിൽ ഓരോരോ അഗ്രികൾച്ചർ നടക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഫാമിലിയായിട്ടൊക്കെ കൂടി മൈഗ്രേറ്റ് ചെയ്ത് ആ സ്ഥലങ്ങളിലേക്ക് പോകും. പക്ഷേ എന്ത് ചെയ്യും, ഹാർവെസ്റ്റ് കഴിയുമ്പോഴേക്കും അവരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് അവർക്ക് തിരിച്ച് വില്ലേജിലേക്ക് വരേണ്ടി വരും. ഇനി ലീഗൽ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ പ്രോബ്ലംസ്. ലാക്ക് ഓഫ് ID proofs or residence certificates in the new city provides migrant women from accessing formal jobs, government schemes or training programs. അപ്പം ഇങ്ങനെ പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത്, മൈഗ്രൻ്റായി പോകുന്ന സമയത്ത് വിമന് സ്ത്രീകൾക്ക് ID പ്രൂഫ് ഉണ്ടാവാറില്ല, അതുപോലെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അവർക്ക് ആ സ്ഥലത്ത് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് നല്ല ജോബ്സ്, അതായത് ഫോമൽ ജോബ്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിൽ ഒരു ജോബ് കിട്ടുന്നത്, ഇതൊക്കെ അവർക്ക് തടയപ്പെടും. മാത്രമല്ല അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാംസിലൊന്നും തന്നെ അറ്റൻഡ് ചെയ്യാനും പറ്റത്തില്ല. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അപ്ലോഡ് ചെയ്ത് ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ടാവും. താങ്ക് യു.